നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവാദങ്ങൾക്കിടെ 38 ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്. MLA ഓഫീസിന് കനത്ത സുരക്ഷ ഒരുക്കി പോലീസ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ രാഹുലിന്റെ വരവ് പാർട്ടി നിലപാട് UDF യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയതിന്റെ തൊട്ടുപിന്നാലെ. രാസലഹരി വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്ക് മുന്നിലും പിന്നിലും ലഹരിക്ക് അടിമപ്പെട്ടവർ ഉണ്ടാകുന്നത് ഞെട്ടിപ്പിക്കുന്നതെന്നും ചെന്നിത്തല. ആയിരങ്ങൾ പങ്കെടുത്ത ലഹരിക്കെതിരെ നടത്തം പാലക്കാട്ട്. എയർപോർട്ട് മാതൃകയിൽ നവീകരണം പൂർത്തീകരിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സോഷ്യൽ മീഡിയകളിൽ തരംഗം. പദ്ധതി പൂർത്തീകരണം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. നവീകരണം പൂർത്തിയാക്കിയ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നാടിന് സമർപ്പിക്കും. വാർത്തകൾ വിശദമായി. 38 ദിവസങ്ങൾക്ക് ശേഷം MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തി. MLA ഓഫീസിന് കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. രാഹുലിന്റെ വരവ് പാർട്ടി നിലപാട് UDF യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതിന്റെ തൊട്ടുപിന്നാലെ. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയായിരുന്നു രാഹുലിന്റെ സന്ദർശനം. മണ്ഡലത്തിലേക്കുള്ള രാഹുലിന്റെ വരവ് സസ്പെൻസായി തന്നെ കോൺഗ്രസും രാഹുലിനോട് അടുപ്പമുള്ളവരും നിലനിർത്തിയിരുന്നു. രാഹുലിനെതിരെയുള്ള പാർട്ടി നിലപാട് UDF യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയതിന് തൊട്ടുപിന്നാലെയാണ് രാഹുൽ പാലക്കാടെത്തിയത്. ഒരാഴ്ച മുമ്പ് പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് സേവ്യറുടെ അനുജൻ മരണപ്പെട്ടിരുന്നു. ഇവിടേക്കെത്തിയ രാഹുൽ പരിചയക്കാരോടും സുഹൃത്തുക്കളെയും കണ്ടതിനുശേഷം മരണപ്പെട്ട കോൺഗ്രസ് നേതാവ് മണ്ണാർക്കാട് PJ പൗലോസിന്റെ വീട്ടിലേക്കാണ് പോയത്. മാധ്യമങ്ങളെ കാണുമെന്നറിയിച്ച രാഹുൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും രാഹുലിനൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാസലഹരി വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലും മുന്നിലും ലഹരിക്ക് അടിമപ്പെട്ടവർ ഉണ്ടാകുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടത്തം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ നടന്ന ലഹരിക്കെതിരെ ചെന്നിത്തല നേതൃത്വം നൽകിയ നടത്തത്തിൽ സമൂഹത്തിന്റെ നാനാതുറയിലെ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. കേരളത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്ക് മുന്നിലും പിന്നിലുമുള്ളവരിൽ ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ടാകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി വ്യാപനം തടയുന്നതിൽ എക്സൈസും പോലീസും പരാജയമാണ്. ലഹരി വ്യാപനം തടയുന്നതിൽ ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ്. സർക്കാരിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നില്ല. പെൺകുട്ടികളെയും യുവതികളെയും കരിയർമാരാക്കിയുള്ള ലഹരിക്കടത്ത് കുടുംബ സാമൂഹിക ബന്ധങ്ങൾ ശിഥിലമാക്കും. സമൂഹത്തെയും കുടുംബങ്ങളെയും ശിഥിലമാക്കുന്ന ലഹരിക്കെതിരെ സമൂഹം ഒന്നാകെ പൊരുതണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. പൂക്കാവടി, മേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ലഹരിക്കെതിരെയുള്ള നടത്തം. MP VK ശ്രീകണ്ഠൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൾ മുത്തലിബ്, C ചന്ദ്രൻ, KA തുളസി, UN പ്രതിനിധി അജിത് കുമാർ വർമ്മ, KPCC വൈസ് പ്രസിഡന്റ് ബൽറാം, മുൻ MP VS വിജയരാഘവൻ, CV ബാലചന്ദ്രൻ, MLA ഷംസുദ്ദീൻ, സുമേഷ് അച്യുതൻ, ഫിറോസ് ബാബു, സന്ദീപ് വാര്യർ, CP മുഹമ്മദ്, PV രാജേഷ്, P ബാലഗോപാൽ, ഹരിഗോവിന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ എയർപോർട്ട് മാതൃകയിലുള്ള റെയിൽവേ സ്റ്റേഷൻ സോഷ്യൽ മീഡിയകളിൽ തരംഗമാകുന്നു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും. ഒരു മിനി എയർപോർട്ട് 3 സ്റ്റാർ റിസോർട്ടിനെ വെല്ലും. വലുപ്പത്തിൽ മാത്രമല്ല, ഭംഗിയിലും ഒന്നാം സ്ഥാനം. ഇത്തരത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ച സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്റ്റേഷൻ കവാടത്തിലെ മുഴുവൻ ലൈറ്റുകളും കഴിഞ്ഞ ദിവസം ഓരോന്നായി പ്രകാശിപ്പിച്ചതോടെയാണ് സ്റ്റേഷൻ സോഷ്യൽ മീഡിയ റീൽസുകളിൽ നിറഞ്ഞത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ ചൊല്ലി നിരവധി ട്രോളുകളും വന്നിട്ടുണ്ട്. വള്ളുവനാട്, ഷൊർണൂർ, ഒറ്റപ്പാലം ട്രോൾ തുടങ്ങിയ പേജുകളിലാണ് സ്റ്റേഷന്റെ വീഡിയോകൾ ഷെയർ ചെയ്തിരിക്കുന്നത്. യുവാക്കളുടെ രാത്രികാല ഫോട്ടോഷൂട്ടിനുള്ള ലൊക്കേഷനും ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ വരുന്ന വാഹനയാത്രക്കാരും സ്റ്റേഷന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്താറുണ്ട്. കവാടത്തിന് 2 വശങ്ങളിലായുള്ള പൂന്തോട്ടങ്ങളും എയർപോർട്ട് മാതൃകയിലുള്ള വാഹന ട്രാക്കുകളും വിവിധ തരത്തിലുള്ള വർണ്ണ ലൈറ്റുകളും സ്റ്റേഷന്റെ ഭംഗി കൂട്ടുന്നു. ഈ മാസം 30-നുള്ളിൽ 1ാം ഘട്ട നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി പെയിന്റിംഗ് ജോലികൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ മനോഹരമായ പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. അതിനു ചുറ്റും യാത്രക്കാർക്ക് ഇരിക്കാനാകുന്ന വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്ലാറ്റ്ഫോമിന് അകത്ത് പൂന്തോട്ടം ഒരുക്കുന്നത് ഇത് ആദ്യമായാണ്. സ്റ്റേഷന് മുൻഭാഗത്തെ സൗന്ദര്യവൽക്കരണം, സ്റ്റേഷൻ അപ്രോച്ച് റോഡുകൾ,
ശുചിമുറി നവീകരണം, പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ പുതിയ മേൽക്കൂര, പുതിയ പാർക്കിംഗ് ഏരിയ, ശുചിമുറി ബ്ലോക്കോട് കൂടിയ പുതിയ കാത്തിരിപ്പ് കേന്ദ്രം, 4 പുതിയ ലിഫ്റ്റുകൾ, സ്റ്റാൻഡേർഡ് ഡ്രൈനേജുകളും ഡിസ്പ്ലേ ബോർഡുകളും എന്നീ ജോലികൾ ഇതിനോടകം പൂർത്തിയായി. നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ പാലക്കാട് SSKയും ഷൊർണൂർ BRCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിച്ചു. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ നടന്ന സെലക്ഷൻ ട്രയൽസ് ക്യാമ്പ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ BRCക്ക് കീഴിൽ 20 ഭിന്നശേഷി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണനിൽ നിന്നും KVR ഹൈസ്കൂൾ വിദ്യാർത്ഥി UP ആദർശ് ദീപശിഖ ഏറ്റുവാങ്ങിയതോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത്. ഷൊർണൂർ BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ KG ശ്രീജ സ്വാഗതം പറഞ്ഞു. KVR ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രാമപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ BPC ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷൊർണൂർ ഓട്ടിസം സെന്റർ PTA പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. PT സ്പെഷ്യലിസ്റ്റ് ഗീതാകുമാരി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീരാജ് തുടങ്ങി മറ്റു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക ആയുർവേദ ദിനാചരണം ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിൽ ആഘോഷിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് അവബോധ സദസ്സും സംഘടിപ്പിച്ചിരുന്നു. ആയുസ്സിന്റെ ശാസ്ത്രമായ ആയുർവേദത്തിന്റെ പ്രസക്തി ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുകയെന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആയുർവേദ സ്ഥാപനമായ കേരളീയ ആയുർവേദ സമാജത്തിനും അഭിമാനമാണ്. ആയുർവേദ ശാസ്ത്രത്തിന്റെ ദീർഘകാല ആരോഗ്യ ഗുണങ്ങൾ, സമഗ്രമായ ചികിത്സാരീതികൾ, തലമുറകളായി നിലനിന്നു വന്നിരുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ അവബോധം നൽകി. കേരളീയ ആയുർവേദ സമാജം മാനേജർ A. ബൈജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ മൃത്യുഞ്ജയ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സമാജം സെക്രട്ടറി KA ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രേംജിത്ത് പുലിയപ്പറ്റ അനുമോദനം നിർവഹിച്ചു. ഡോക്ടർ സാന്ദ്ര നിക്സൺ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജിംകള സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകനും കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചുമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചുമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി ഉപഹാര സമർപ്പണം നടത്തി. വാർഡ് മെമ്പർ താജുനിസ, പ്രിൻസിപ്പൽ M. പ്രീതി, പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു, PTA പ്രസിഡന്റ് MM. മുഹമ്മദ് ഹനീഫ, SMC ചെയർമാൻ സബീർ KS, മാതൃസംഘം പ്രസിഡന്റ് ചിത്രലേഖ, അധ്യാപകരായ പ്രീത V, ദീപ MS, ഫവാസ് മൂസ, സിമി ജോസ്, ജോയ്സി VG, വിദ്യാർത്ഥി പ്രതിനിധികളായ ഗായത്രി VV, അഖില TR തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ പഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു.
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ സ്വാഗതം പറഞ്ഞു. കോമഡി ഉത്സവം ഫെയിം സമദ് കോട്ടപ്പുറം മുഖ്യാതിഥിയായി പങ്കെടുത്തു. പള്ളികൾ പടപ്പ് പാടപ്പോട് ഈശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, വാർഡ് മെമ്പർമാരായ വിനിത PU, വിജിത A, ധന്യ PB, സൗദ സലീം, ധന്യ V, ഗംഗാധരൻ P ലത, സനീഷ് M, T ഷമീർ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർ N രാധ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വരകളുടെയും വർണ്ണക്കൂട്ടുകളുടെയും ലോകത്ത് വിസ്മയമായി പെരിങ്ങോട്ടുകുറിശി സ്വദേശി കുമാർ ഇതുവരെ വരച്ചു തീർത്തത് കണ്ണഞ്ചിപ്പിക്കുന്ന 225 ചിത്രങ്ങൾ. വീട്ടിൽ രാംകുമാർ ആർട്സ് ഗാലറി ആൻഡ് ഓഡിയോ ഹൗസ് എന്ന പേരിൽ ആർട്ട് ഗാലറിയും സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ കുമാർ ഇന്ന് പോലീസ് വകുപ്പിൽ 35 വർഷങ്ങളുടെ സേവനത്തിനു ശേഷം പാലക്കാട് ജില്ലാ പോലീസ് ഓഫീസ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി വിരമിച്ച ശേഷം ചിത്രകലയിൽ ഇടം കണ്ടെത്തുകയായിരുന്നു. സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചിത്രകലയിൽ താൽപ്പര്യം തോന്നിയത്. ക്ലാസ്സിൽ കൂട്ടുകാർ പലവിധ ചിത്രങ്ങൾ വരയ്ക്കുന്നത് നോക്കി നിൽക്കെയാണ് താൽപ്പര്യം ജനിക്കുന്നത്. 10ാം ക്ലാസ്സിലെത്തുന്നതുവരെ പെൻസിൽ കൊണ്ട് പലവിധ ചിത്രങ്ങൾ വരച്ച് നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഡിഗ്രി പഠനത്തിനിടയ്ക്കാണ് ക്യാൻവാസിൽ ജലഛായം ഉപയോഗിച്ചും മറ്റും ചിത്രം വരയ്ക്കാൻ പ്രാപ്തി നേടിയത്. പോലീസ് വകുപ്പിൽ ജോലി കിട്ടിയതോടെ വരകളുടെയും നിറക്കൂട്ടുകളുടെയും ലോകത്തോടെ താൽക്കാലികമായി വിടവാങ്ങി. 25 വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്കു ശേഷം 2009 വീണ്ടും വരയുടെ ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുകയായിരുന്നു. ഔദ്യോഗിക ജോലി തിരക്കിനിടയിൽ കാര്യമായി ശ്രദ്ധിക്കാൻ സാധിച്ചില്ലെങ്കിലും ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം ചിത്രകലയിൽ മുഴുവൻ സമയവും നീക്കിവയ്ക്കുകയായിരുന്നു. വീട്ടിൽ സ്വന്തമായി രാംകുമാർ ആർട്ട് ഗാലറി ആൻഡ് ഓഡിയോ ഹൗസ് എന്ന പേരിൽ ആർട്ട് ഗാലറി സ്ഥാപിച്ചിട്ടുണ്ട്. MT ബഷീർ ഉൾപ്പെടെ നിരവധി സാഹിത്യകാരന്മാരും സമുന്നതരായ രാഷ്ട്രീയ ഭരണകർത്താക്കളും സ്വാതന്ത്ര്യ സമര സേനാനികളും സിനിമാ ലോകത്തെ പ്രമുഖരും ഉൾപ്പെടെ ഒട്ടേറെ യശശരീരന്മാരായ വ്യക്തിത്വങ്ങളുടെ ചിത്രം കുമാറിന്റെ ഗാലറിയിലുണ്ട്. ആദ്യം ബേസിക് ആര് പഠിക്കേണ്ടതും ഇതൊക്കെ ഞാൻ മറ്റു പലരുടെ അനുഭവങ്ങളിൽ നിന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതും ഞാൻ സ്വയം ഇതെല്ലാം എനിക്ക് പഠിക്കാൻ വേണ്ടി സ്വയം വരച്ച് പഠിച്ചതാണ്. അതൊക്കെ അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എല്ലാം വഴി. അപ്പം ആദ്യം പെൻസിൽ ഡ്രോയിങ്, പിന്നെ വാട്ടർ കളറ്, പിന്നെ പോസ്റ്റർ കളറ്, അത് കഴിഞ്ഞിട്ട് അക്രിലിക് പെയിൻറ്, അത് കഴിഞ്ഞ് ഓയിൽ പെയിൻറ്. അതിൻ്റെ ഇത്ര മീഡിയത്തിൽ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇനി ചാർക്കോളുണ്ട്, അങ്ങനെ കുറേ മീഡിയംസ് ഇനിയുണ്ട്. പിന്നെ ഈ ചുമർ ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ അത് വരയ്ക്കാൻ പ്രത്യേക വൈദഗ്ധ്യം കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഞാനൊന്നും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ശാസ്ത്രീയമായി പഠിക്കാത്ത കൊണ്ട് നമുക്കത് ഒരാളെ ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ നമുക്കൊരു ആധികാരികത ഇല്ലാതെ വരും. പക്ഷേ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് പോലെ ഞാനത് പൂർണ്ണമാക്കാൻ വേണ്ടി എന്ത് ത്യാഗം ചെയ്ത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ വരയ്ക്കും. പ്രകൃതി ഭംഗി തുളുമ്പുന്ന നിരവധി ചിത്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വന്തം കഴിവിലും പരിശ്രമത്തിലൂടെയും കാൽനൂറ്റാണ്ടിന്റെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതും വരച്ചെടുത്തതുമായ ചിത്രങ്ങൾ പൊതുസമൂഹത്തിനും വിദ്യാർത്ഥികൾക്കുമായി പ്രദർശനം ഒരുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക പിൻബലത്തിന്റെ കുറവ് ഈ കലാകാരന്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായി നിൽക്കുകയാണ്. ഭാര്യയും 2 മക്കളും അച്ഛന്റെ വരയുടെ വഴിയിൽ സഹായിയായി ഉണ്ടെന്നതാണ് ആശ്വാസം. ഇത്രയധികം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ചു തീർത്ത കുമാറിലെ കലാകാരനെ പുറം ലോകത്തെത്തിക്കണമെന്ന് ആർട്ട് ഗാലറി സന്ദർശിച്ചവരൊക്കെ അഭിപ്രായപ്പെടാറുണ്ടെങ്കിലും ഇതിനെല്ലാം മുന്നേ നടക്കേണ്ട സാമ്പത്തിക സൗകര്യങ്ങളുടെ കുറവ് എന്നും ഒരു നീറ്റലായി ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു പ്രദർശനമൊരുക്കാൻ പഞ്ചായത്തോ സർക്കാരോ സന്നദ്ധ സംഘടനകളോ സ്ഥലം സൗകര്യം ഒരുക്കിത്തന്നാൽ തന്റെ കാൽനൂറ്റാണ്ടിന്റെ അധ്വാനത്തിന്റെ സഫലീകരണമായിരിക്കുമെന്നാണ് ആയിരക്കണക്കിന് ചിത്രങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അറിയപ്പെടാത്ത കലാകാരനായ കുമാർ പറയുന്നത്. കുമാറിനെ അറിയുന്ന അപൂർവം സുഹൃത്തുക്കൾ കുടുംബസമേതം ആർട്ട് ഗാലറി സന്ദർശിക്കാനെത്താറുണ്ട്. സന്ദർശിച്ചവരൊക്കെ വരകളുടെ വൈദഗ്ധ്യം കണ്ട് അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയുമാണ് മടങ്ങാറുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ഈശ്വരനിലേക്ക് അടുപ്പിക്കുവാൻ ഉള്ള ഒരു സംരംഭം കൂടിയാണ്. കുറച്ചു നേരം നമ്മൾ എല്ലാം മറന്ന് ഈശ്വര ചിന്തയിൽ ഇരിക്കുകയാണ്. ഇതിൻ്റെ പോസിറ്റിവിറ്റി, ഊർജ്ജം, ആ വൈബ്
നീണ്ടു നിൽക്കുന്നതാണ് പ്രത്യേകത. കാരണം ദൈവികമായിട്ടുള്ള ഏതൊരു കാര്യം അങ്ങനെയാണ്. നമ്മൾ ജീവിക്കുമ്പോൾ കുറേ പ്രവൃത്തി ചെയ്യുന്നു, ചിലപ്പോൾ അബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈശ്വരൻ നമ്മളെ നേർവഴിക്ക് എന്നും നയിക്കും. ക്ഷേത്രം പ്രസിഡന്റ് അഷ്ടമൂർത്തി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സദനം ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ആർട്സ് ഓഫ് ലിവിംഗ് അന്താരാഷ്ട്ര പരിശീലകൻ ശശികുമാർ പൊള്ളക്കാട് ജ്ഞാനസദസ്സിന് നേതൃത്വം നൽകി. സെക്രട്ടറി കെ അരവിന്ദാക്ഷൻ, കെ കൃഷ്ണൻകുട്ടി, ജയശ്രീ അഷ്ടമൂർത്തി, ഗിരീഷ് പാലേരി, എൻ വാസുദേവൻ, എൻ രാധാകൃഷ്ണൻ, എം വി ഉണ്ണികൃഷ്ണൻ, പി അരവിന്ദാക്ഷൻ, എൻ ഉണ്ണികൃഷ്ണൻ, കെ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. 22 മുതൽ ഒക്ടോബർ 2 വരെയാണ് ആഘോഷ പരിപാടികൾ. ബുധനാഴ്ച വൈകിട്ട് നൃത്തസന്ധ്യ, വ്യാഴാഴ്ച സോപാന സംഗീതം, ഭക്തിഗാന അർച്ചന, വെള്ളിയാഴ്ച ഭക്തിഗാന സന്ധ്യ, ശനിയാഴ്ച നൃത്താർച്ചന, ഞായറാഴ്ച നൃത്തനൃത്യങ്ങൾ, തിങ്കൾ നൃത്തസന്ധ്യ, ചൊവ്വാഴ്ച സംഗീത നൃത്താർച്ചന, ബുധനാഴ്ച വിവിധ നൃത്ത പരിപാടികൾ എന്നിവയുണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ മുതലിയാർ തെരുവ് നൻപൻതൊടി വീട്ടിൽ രാധാകൃഷ്ണനും ഭാര്യ ശാന്തിയും മുടങ്ങാതെ ഈ വർഷവും ബൊമ്മക്കുലു ഒരുക്കി. തുടർച്ചയായി 15ാം വർഷമാണ് ഈ ദമ്പതികൾ ബൊമ്മക്കുലു ഒരുക്കുന്നത്. 100-ലധികം വരുന്ന ബൊമ്മക്കുലു കാഴ്ച വിസ്മയം തന്നെയാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നവരാത്രി കാലങ്ങളിൽ ദേവീദേവന്മാരുടെ ബൊമ്മകൾ അണിനിരത്തി നടത്തുന്ന ഒരു ആചാരമാണ് ബൊമ്മക്കൊലു. നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്കു ശേഷം കുടുംബത്തിലെ മുതിർന്ന ആൾ സരസ്വതി, പാർവതി, ലക്ഷ്മി എന്നീ ദേവിമാർക്കുവേണ്ടി കലശാവാഹനം പൂജവിധി നടത്തുന്നു. അതിനുശേഷം മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പടികളിൽ കൊലുവിനെ പ്രതിഷ്ഠിക്കുന്നു. പടികൾക്ക് മുകളിൽ തുണി വിരിച്ച ശേഷം ദേവീദേവന്മാരുടെ ബൊമ്മകൾ അവയുടെ വലിപ്പത്തിനും സ്ഥാനത്തിനുമനുസരിച്ച് നിരത്തിവെക്കുന്നു. പുരാണത്തിലെ കഥാപാത്രങ്ങളും കഥകളുമാണ് ബൊമ്മക്കൊലുകളിൽ ചിത്രീകരിക്കുന്നത്. 2010 മുതലാണ് ഇവർ ബൊമ്മക്കൊലു വയ്ക്കാൻ ആരംഭിച്ചത്. 9 ദിവസം നീണ്ടുനിൽക്കും വിധമാണ് ആചാര അനുഷ്ഠാനങ്ങൾ. 80 അവതാരങ്ങളുമായി ആരംഭിച്ച് 100-ലധികം കൊലു ഒരുക്കാൻ ഇവർക്ക് കഴിഞ്ഞു. മരപ്പാച്ചി, അഷ്ടലക്ഷ്മി, ദശാവതാരം, പാലാഴി മഥനം, ശ്രീരാമന്റെ കുടുംബം, ഗുരു ദാത്താത്രേയ, മധുരമീനാക്ഷിയമ്മ, അയ്യപ്പസ്വാമി, മുരുകൻ, ഗണപതി തുടങ്ങി 100-ലധികം ബൊമ്മക്കൊലുവാണ് ഒരുക്കിയിട്ടുള്ളത്. 9 ദിവസങ്ങളിലും വൈകുന്നേരം 6 മണി മുതൽ സരസ്വതി പൂജ, ലക്ഷ്മി പൂജ, ദുർഗാപൂജ, തുടർന്ന് ലളിതാ സഹസ്രനാമം, പ്രസാദ വിതരണം എന്നിവയോടെയാണ് ദിവസേനയുള്ള പൂജകൾക്ക് സമാപനമാകുന്നത്. जय जय हे महिषासुरमर्दि शैलसुते ऐनिजकुंकृतिमात्रनिराकृतधूम्रविलोचन धूम्रशदे समरविशोषित शोणितबीज समुद्भव शोणितबीजलदे. ബാലിക, കന്യക, സുമംഗലി പൂജകളും ശ്രദ്ധേയമാണ്. കൂടാതെ വെറ്റില, അടയ്ക്ക, നാണയം, ചെറുനാരങ്ങ, മഞ്ഞൾ, കുങ്കുമം, താലി, ചരട്, വസ്ത്രം, പഴം എന്നിവ നൽകും. പൂജവെപ്പിന്റെ ഭാഗമായി വാഹനപൂജ, ആയുധപൂജ എന്നിവയുമുണ്ടായിരിക്കും. കൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വർഷം തോറും നൽകി വരാറുണ്ട്. നവരാത്രി അനുബന്ധിച്ച് കൊലു ആരംഭിച്ചിട്ട് 15ാമത്തെ വർഷമാണ്. ഇന്ന് നമ്മളിവിടെ എല്ലാ ഭക്തജനങ്ങളും, നാട്ടുകാരും, കുടുംബക്കാരും, ശ്രീ മാരമ്മൻ ക്ഷേത്ര കമ്മിറ്റിക്കാരും എല്ലാവരും ചേർന്ന് എല്ലാവരുടെ അനുഗ്രഹം കൊണ്ടാണ് നടത്തി വരുന്നത്. എല്ലാ ദിവസവും ലളിതാസഹസ്രനാമം വായനയുണ്ട്, കഴിഞ്ഞ് പ്രസാദ വിതരണമുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ദിവസം സുമംഗലർക്കും, ബാല്യമാർക്കും, കന്യകമാർക്കും വസ്ത്രദാനം. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായിട്ട് പഠനോപകരണങ്ങളും പുസ്തകങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണമുണ്ട്. പിന്നെ ഇതിലെ കൊലുവിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പൂർവികം വന്നിട്ട് മൺമാത്രം നിർമ്മിക്കുന്ന കുമ്പാരന്മാരുണ്ട്. കുമ്പാര സമുദായം അവരാണ് അവിടെ യുദ്ധം ദേവന്മാരുടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അന്നത്തെ കാലത്ത് അവർക്ക് ലിപിയില്ല, ഇപ്പോഴും ഇല്ല ലിപി, അവർക്ക് എഴുത്തും വായനയില്ല. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ജനങ്ങളെ അറിയിക്കേണ്ടതെന്നുള്ളത് അവർക്ക് അറിയില്ല.
അപ്പോൾ അവരുണ്ടാക്കുന്ന മണ്ണ് കൊണ്ട് അതിൽ ബൊമ്മകൾ ഉണ്ടാക്കി അത് നാട്ടുകാരെ അവതരിപ്പിച്ച് അത് പുരോഗമിച്ച് ഇന്ന് ബൊമ്മക്കൊല്ലു എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഐതിഹ്യം. അങ്ങനെയാണ്. പിന്നെ ഇതിൽ വന്നിട്ട് 3 ദിവസം സരസ്വതി, പിന്നെ ലക്ഷ്മി, പിന്നെ ദുർഗ, അങ്ങനെ 9 ദിവസങ്ങളിലായിട്ടാണ് ഈ പൂജ നടത്തി വരുന്നത്. നാട്ടുകാരെല്ലാവരും നിറഞ്ഞ സഹകരണവും എല്ലാ കുടുംബക്കാരുടെയും എല്ലാവരുടെയും ഉണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നത്തിന് തുടക്കം. കൈമുക്ക് നാരായണ നമ്പൂതിരിയാണ് മുഖ്യ ദൈവജ്ഞൻ. അമ്പലക്കോത്ത് വിജയരാഘവ പണിക്കർ, ആമയൂർ വേണുഗോപാലൻ പണിക്കർ എന്നിവരാണ് പ്രശ്നചിന്തനം നടത്തി ക്ഷേത്രത്തിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദങ്ങൾക്കിടെ 38 ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്. MLA ഓഫീസിന് കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ രാഹുലിന്റെ വരവ് പാർട്ടി നിലപാട് UDF യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയതിന്റെ തൊട്ടുപിന്നാലെ. രാസലഹരി വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്ക് മുന്നിലും പിന്നിലും ലഹരിക്കടിമപ്പെട്ടവർ ഉണ്ടാകുന്നത് ഞെട്ടിപ്പിക്കുന്നുവെന്നും ചെന്നിത്തല. ആയിരങ്ങൾ പങ്കെടുത്ത ലഹരിക്കെതിരെ നടത്തം പാലക്കാട്ട്. എയർപോർട്ട് മാതൃകയിൽ നവീകരണം പൂർത്തീകരിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സോഷ്യൽ മീഡിയകളിൽ തരംഗം. പദ്ധതി പൂർത്തീകരണം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. നവീകരണം പൂർത്തിയാക്കിയ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നാടിന് സമർപ്പിക്കും. നന്ദി, നമസ്കാരം.